നമ്മൾ നടക്കാമെന്ന് ചേച്ചി വീട്ടിലെ പിള്ളേരൊക്കെ നോക്കിയാൽ പനിയൊക്കെ മാറി ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അന്നേരം കടയിൽ പോയിട്ട് കുറച്ച് മൈദ വാങ്ങണം. ഒരു നിമിഷം രാത്രിക്ക് പുട്ടുണ്ടാക്കാൻ കുറച്ച് മൈദ കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അപ്പൊ കൈസ് നമുക്ക് മൈദയൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ പോവാം. സമയം എന്തായാലും 6:45 കൈസ്, അല്ലാണ്ട് ഇരുട്ടായിട്ടില്ല. വീട്ടിൽ പോകട്ടെ, വീട്ടിൽ പോയിട്ടാണ് നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാനായിട്ട്. നമ്മൾ കൈസ് വീടത്താറായി. ഇനി പോയിട്ട് കുക്കിംഗ് വീടൊക്കെ ചെയ്യണം. ആദ്യം എനിക്ക് തേങ്ങ പൊളിച്ച് ഹെൽപ്പ് ചെയ്യാൻ കേസ്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച തേങ്ങ 2 എണ്ണത്തിൽ 1 എണ്ണം കേടായിരുന്നു. ഇത് ഇവിടെ ഇരുന്നൊരു തേങ്ങയാണ്. പൊളിച്ചു നോക്കാൻ സത്യമായിട്ടും രാത്രി പുട്ടാണ്. നോക്കാം. പുട്ടിനുള്ള മാവ് വെച്ചോണ്ടിരിക്കുകയാണ്. കൊറേ വർഷമായി ഗൈസ് ഇത് കഴിക്കണം പണ്ട് അമ്മൂമ്മയൊക്കെ ഉള്ള സമയത്ത് മരിച്ചിരി പുട്ട് തിന്നിട്ടുള്ളതാണ്. അതേ ടേസ്റ്റ് തന്നെയാണ് മൈദയുടെ പുട്ട്. ശരിക്കും പറഞ്ഞാൽ തിന്നാൻ പാടില്ല, എന്നാലും കൊതി. അപ്പുറത്ത് പപ്പടം പുറത്തോണ്ടിരിക്കുകയാണ്. പുട്ട് ഏകദേശം ആവി വന്നു തുടങ്ങി. അപ്പൊ പുട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഫസ്റ്റ് എന്നോട് കഴിക്കാൻ ശ്രുതി പറഞ്ഞു. ശ്രുതി എന്താ എന്തോ പുട്ട് വരുന്നില്ല. ഫസ്റ്റ് ശ്രുതി കഴിക്കാൻ പറഞ്ഞു. കഴിക്കട്ടെ, കഴിച്ചോ. ശരിക്കും വേവ് വരുന്നില്ല അല്ലേ? അപ്പൊ ഇത് എനിക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുപോയി വേണ്ടി പോണ്. പുട്ടുണ്ട്, മീൻ കറി വെച്ചിട്ടുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, കഴിക്കാം. അങ്ങനെ ഫൈനലി ആദ്യം ഭക്ഷണം കഴിച്ചു തുടങ്ങി. മീൻകറിയും പുട്ടും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. കൊള്ളാമോ? ചൂടാ കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാ? കൊള്ളത്തില്ല. എറിഞ്ഞാ കൊള്ളുന്നവൻ ചാവും, അതായിരിക്കും. അതാണ്. എന്തായാലും ആദ്യം കഴിക്കട്ടെ.